ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് സ്നാപ്ചാറ്റിൻ്റെ കുറച്ച് ട്രിക്കുകളും ടിപ്സുകളുമാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ സ്നാപ്ചാറ്റിൻ്റെ യൂസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 3 ടിപ്പ് കാണിച്ചു തരുന്നുണ്ട്. ഈ 3 ടിപ്പുകൾ നിങ്ങൾക്ക് അധികം ആർക്കും അറിയാത്ത, അല്ലെങ്കിൽ നിങ്ങൾ അധികം ആരും യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു സ്നാപ്ചാറ്റ് ട്രിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല രീതിയിൽ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും അതുപോലെ മറ്റ് പല പല കണ്ടന്റുകളും സ്നാപ്ചാറ്റ് വഴി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം. ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ട്രിക്കുകൾ 3 ട്രിക്കുകളും തികച്ചും ജെന്യൂനാണ്. നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതുമാണ്. അപ്പോൾ ഒന്നാമത്തെ ട്രിക്ക്, നിങ്ങൾ ആദ്യം നേരെ സ്നാപ്ചാറ്റിലേക്ക് വിടുക. സ്നാപ്ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സ്നാപ്ചാറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക, അതായത് ഫോട്ടോ എടുക്കുന്ന രീതിയിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നേരെ ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും, ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കീബോർഡിൽ കാണാൻ സാധിക്കും, ഒരു ടിക്ക് മാർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അവിടെ നമുക്ക് ലൈൻ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ലൈൻ സ്പ്ലിറ്റ് മീൻസ് നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്, എങ്ങനെയാണ് ലൈൻ സ്പ്ലിറ്റ് ചെയ്യുക, സ്ക്രീനിൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട് പാഡോ അല്ലെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഞാൻ തൽക്കാലം എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ കീബോർഡിൽ കാണാൻ സാധിക്കും, താഴ്ഭാഗത്തായിട്ട് ഒരു ലൈൻ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണും. എന്നിട്ട് നേരെ അതിൻ്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്ത ശേഷം സെലക്ട് ഓൾ ചെയ്യുക, കോപ്പി ചെയ്യുക. നേരെ ചാറ്റിലേക്ക് പോയിട്ട് നമുക്ക് എന്താണോ എഴുതാനുള്ളത് അവിടെ പോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈപ്പിംഗ് വരിക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ ട്രിക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ സ്നാപ്ചാറ്റിലൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ ഒരു സോങ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. പൊതുവെ നമ്മളിപ്പോൾ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഉറപ്പില്ല, എന്നാലും ഇതിൻ്റെ ഒരു ട്രിക്കിനാണ് നിങ്ങൾക്ക് പറഞ്ഞത്. നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു മ്യൂസിക് പ്ലെയർ ഓപ്പൺ ചെയ്യുക. ശേഷം ഏത് സോങ് ആണോ നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെ വേണ്ടത് അത് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് വെച്ച ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതോടു കൂടി തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സോങ്ങും പ്ലേ ആവുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ട്രിക്ക്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സോങ് എന്താവണം. നമ്മുടെ അടുത്ത ട്രിക്ക്, നിങ്ങൾക്കിവിടെ സ്ക്രീനിൻ്റെ ഇടത് ഭാഗത്ത് അവസാനത്തിൽ മാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് ഉള്ളത് എന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും, മീ എന്ന രീതിയിൽ എൻ്റെ കറണ്ട് പ്ലേസ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ഇല്ലാതാക്കും? അതാണ് ഗോസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ വലത് ഭാഗത്ത് മുകളിലായിട്ട് ഒരു ഓപ്ഷൻ സെറ്റിങ്സ് കാണുന്നുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗോസ്റ്റ് മോഡിൽ ആർക്കൊക്കെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ കാണേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ചെയ്തവർ മാത്രമേ നമ്മുടെ ലൊക്കേഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിവിടെ ഗോസ്റ്റ് മോഡ് കൊടുത്താൽ എല്ലാവരും കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്കുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതാത് സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.